വെള്ളിയാഴ്ചന്റെ ഖുതുബ. വെള്ളിയാഴ്ചന്റെ ഖുതുബ നമ്മുടെ പള്ളികളിൽ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും വെള്ളിയാഴ്ചന്റെ ഖുതുബ മാത്രമല്ല, പെരുന്നാളിന്റെ ഖുതുബ എല്ലാം അറബിയില. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സലഫികൾ വന്നിട്ട് പറയുന്നു അറബിയിൽ തന്നെ ആകണമെന്നില്ല. കന്നഡത്തിൽ ഓതാ, കൊങ്കണിയിൽ ഓതാ, തുളുവിൽ ഓതാ, ഇംഗ്ലീഷിൽ ഓതാ, മലയാളത്തിൽ ഓതാ, അങ്ങനെ ഏത് ഭാഷയിൽ ഓതാ. എങ്ങനെ സദസ്സിൽ ഭൂരിപക്ഷം നോക്കണമെന്നാണ് മൗലവിമാര് പറയുന്നത്. ഇവിടെ തന്നെ വന്ന മൗലവി പറയുന്നു ഭൂരിപക്ഷത്തിന്റെ ഭാഷയാണ് നോക്കേണ്ടത്. അപ്പൊ ഹറമിൽ എങ്ങനെയാ ഖുതുബ ഓതേണ്ടത്? അറബിൽ എത്ര ഖുതുബ നടത്തണോ? അറബിയിൽ ഈ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ അറബികൾ ഉണ്ടാവില്ല. രണ്ട് ഹറമിലും മദീനത്തും മക്കയിലും നോക്കിയാൽ അറബികളെക്കാൾ ഏറെ അനറബികളാ. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, ആഫ്രിക്കൻ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, ഉറുദു സംസാരിക്കുന്നവരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്. ലോകത്ത് ഏതെല്ലാം ഭാഷ സംസാരിക്കുന്നവരുണ്ടോ അവരാണ് രണ്ട് ഹറമിലും അധികമുള്ളത്. എന്നിട്ട് പിന്നെ എന്തേ രണ്ട് ഹറമിലും അറബിയാക്കി? എന്തേ അറബിയിലാക്കിയത്? ഹറമിൽ അധികവും അറബി തിരിയാത്ത ആളുകളല്ലേ ഉള്ളത്. മക്കയിലും മദീനത്തും അവിടെ അറബി അറിയാത്ത മറ്റ് ഭാഷ സംസാരിക്കുന്നവരാണ് മക്കയിലും മദീനയിലും എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണോ അവിടെ ഇപ്പോൾ അറബിയിൽ ഖുതുബ ഓതുന്നത്? നിങ്ങൾ പോയിട്ട് അവിടെ കന്നഡയിൽ ഒരു ഖുതുബ പടുത്തു, കുറച്ചാൾ തുളുവിലൊരു ഖുതുബ, പിന്നെ ഒരാൾ കുറച്ചാൾ കൊങ്കണിയിൽ, പിന്നെ ഒരാൾ തമിഴിൽ. എങ്ങനെ ഉണ്ടാവും? സുബ്ഹാന ജല്ല ജലാലുഹു. എന്നിട്ട് ഇയാൾ പറയുന്നത് കേട്ടോളി. നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വിഷയങ്ങൾ പറയുന്നത്. സലഫി പള്ളിയിൽ നടക്കുന്ന ഖുതുബ അത് കർണാടകയിൽ കന്നഡയിൽ പറയുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുഭാഷയിൽ പറയുന്നു, കേരളത്തിൽ മലയാളത്തിൽ പറയുന്നു, ഷാർജയിൽ ഇംഗ്ലീഷിൽ ഖുതുബ നടക്കുന്നു. ഷാർജയിൽ ഇംഗ്ലീഷിൽ ആരാ ഖുതുബ ഓതുന്നത്? അറബിയിലാ ഇംഗ്ലീഷിൽ ഖുതുബ ഓതുന്നത്. ഷാർജയിൽ തന്നെ മലയാളത്തിൽ ഖുതുബ നടക്കുന്നു. ആര് വൃത്തികെട്ട വഹാബികളല്ലാതെ വേറെ ആരാ അവിടെ മലയാളത്തിൽ ഖുതുബ ഓതുക? അറബികൾക്ക് അറബി മലയാളത്തിലാണ് ഖുതുബ നടക്കല്. ഷാർജയിൽ ഇയാൾ വലിയ കാര്യമായിട്ട് ഷാർജയിൽ മലയാളത്തിൽ ഖുതുബ നടക്കുന്നുണ്ട്. ഇവിടുന്ന് പോയ ഹുസൈൻ സലഫി ഏതോ 4 പൊട്ടു വഹാബികൾ എടുത്തിട്ടാ മലയാളത്തിൽ ഖുതുബ ഓതുന്നത് ഷാർജയിൽ. എന്നിട്ട് ഇയാൾ പറയുന്നു ഷാർജയിൽ മലയാളത്തിൽ ഖുതുബ നടക്കുന്നുണ്ട്. അറബിയിൽ ഖുതുബ നടക്കുന്നു ഇല്ലേ? കുവൈത്തിൽ മലയാളത്തിൽ ഖുതുബ നടക്കുന്നു. അങ്ങ് തമിഴ്നാടിൽ തമിഴ് ഭാഷയിൽ ഖുതുബ നടക്കുന്നു. എന്തിനാ ഞാൻ ഇങ്ങനെ ആരെ പള്ളിയിലാ മലയാളം തമിഴിൽ ഖുതുബ നടക്കുന്നത്? നിങ്ങളെ ഏതോ അന്തംഗമി മൗലവിമാര് നടത്തിയതാ തെളിവ്. തമിഴ്നാട്ടിൽ തമിഴ് നടക്കുന്നു, ആന്ധ്രാപ്രദേശത്ത് തെലുഗിൽ നടക്കുന്നു. എവിടെ? നിങ്ങളെ മൗലവിമാര് നടത്തുന്ന പള്ളിയിലല്ലാതെ അറബിയിലല്ലാത്ത എവിടെയാ നടക്കുന്നത്? അപ്പോ ഓരോ നാട്ടിലെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാലാണ് അവർക്ക് കാര്യങ്ങൾ അറിയാം. കാര്യം തിരിഞ്ഞിട്ടാണ് ഇപ്പൊ 8, 9, 10, 20 ആയതും അല്ലേ? കാര്യം ഖുതുബയിൽ തിരിഞ്ഞിട്ട് നിങ്ങൾ 8, 10 ആയി. വല്ലാത്ത തിരിയിലാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്ന് തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മിമ്പർ വന്ന് ഇങ്ങനെ കണ്ടു. അയാൾ വന്ന് നേരെ തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കുകയാണ്. യാ ഖീ ഖും സ്വല്ലി റകഅതൈനി. ഓ സുഹൃത്തേ, അല്ലാഹുവിന്റെ റസൂൽ പറയാ അറബിയിൽ, ഓ സുഹൃത്തേ, സഹോദര, എഴുന്നേൽക്ക്, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്ക് എന്ന് പറഞ്ഞു. പറഞ്ഞതും അറബിയിലാണ് അല്ലേ? പറഞ്ഞതും അറബിയിലാണ്. ഇനി അത് ഖുതുബയാണോ? അയാളെ പറയുന്നു ഖുതുബന്റെ ഇടക്ക് പറഞ്ഞു. അപ്പൊ ഖുതുബ വേറെ, ഈ പറഞ്ഞത് വേറെ. ഈ പോയത്തനതും തിരിഞ്ഞില്ല. ഈ ഖുതുബന്റെ ഇടക്ക് പറഞ്ഞത് അത് ഖുതുബയാണോ? നമ്മുടെ വിഷയം ഖുതുബ അറബിയിലാകണോ ആകണ്ടേന്ന്? ഖുതുബന്റെ ഇടക്ക് സംസാരിക്കുന്ന വിഷയത്തെ പറ്റിയല്ല മൗലവി. ഈ മൗലവിക്ക് ഒന്നും തിരിഞ്ഞില്ല. ഇപ്പൊ ആകെ തെളിവ് എന്താണ്? ഖുതുബന്റെ ഇടക്ക് സംസാരിച്ചു. ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ, ഭക്ഷണം കഴിക്കുമ്പോ ഒരാൾ പറഞ്ഞു ആ ഫാൻ ഇടുതോ? അതിന്റെ അർത്ഥം ഈ ഫാൻ ഇടുന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ വിട്ടതാ? ഈ ഫാൻ ഇട് എന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നത് വിട്ടാ?
ഈ പോയത്തനും ഒന്നും തിരിഞ്ഞില്ല. നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ ഇടയിൽ സംസാരിക്കാമോ സംസാരിച്ചുകൂടെ എന്ന മസാല ചർച്ചയുണ്ട്. നിസ്കാരത്തിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഭയങ്കര വേർക്കുന്നുണ്ട്, അപ്പോ ആ ഫാന്റെ സ്വിച്ച് ഒന്ന് ഇട് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല, നിസ്കാരം ബാത്തിലാവും. എന്നാൽ ഇതേപോലെ ഖുതുബ ഓതുന്ന സമയത്ത് ഖതീബിന് വേർത്തപ്പോ ഫാന്റെ സ്വിച്ച് ഇടുന്ന് പറയാമോ? അവിടെ പറ്റൂ. ഷാഫി മദ്ഹബ് പ്രകാരം പറ്റും, മറ്റു 3 മദ്ഹബിൽ ഹറാമാണ്. ഷാഫി മദ്ഹബിൽ പറ്റും. അതുകൊണ്ട് ഖുതുബ ബാത്തിലാവില്ല. അപ്പോ അല്ലെങ്കിൽ ഒരാൾ അവിടെ സുന്നത്ത് നിസ്കരിക്കാതെ ഇരിക്കുന്നു, അപ്പൊ അയാളോട് പറഞ്ഞ് സുന്നത്ത് നിസ്കരി. അല്ലെങ്കിൽ ഒരാൾ മൊബൈൽ ഇങ്ങനെ സംസാരിക്കുന്നു, മൊബൈൽ സംസാരിക്കണ്ടടാ എന്ന് ഇടയ്ക്ക് വെച്ചുകൊണ്ട് പറയാമോ? പറഞ്ഞുകൂടെ? നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ലാത്തതുപോലെ ഖുതുബിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന മസലയാ. ആ മസലയും ഖുതുബക്കും തമ്മിൽ എന്താ ബന്ധോ? അതിനും ഇതിന് എന്താ ബന്ധോ? അപ്പോ രണ്ടും കൂടി കൂട്ടി കലക്കാണ് ഈ മൗലവി. അതും ഇതും കൂട്ടി കലക്കാണ്. ഖുതുബിന്റെ ഇടയ്ക്ക് സംസാരിച്ചത് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഖതീബിന് വിയർക്കുന്നു, അപ്പോ മുക്രിക്കാവുന്ന ഫാന്റെ സ്വിച്ച് എന്ന് പറയാമോ? ഈ പറഞ്ഞത് ഖുതുബിന്റെ ഭാഗ അല്ല. ആ പറഞ്ഞത് കൊണ്ട് ഖുതുബ ബാത്തിലാവൂലേ എന്ന ചർച്ച ഉണ്ട്. മുആലാത്ത് മുറിയാത്ത വിധത്തിലാണെങ്കിൽ ഒരു ചെറിയ വാക്കുകൊണ്ട് ചുരുക്കിയാൽ ഖുതുബ ബാത്തിലാകൂല, ഹറാമോ ആവൂല. ഇതേപോലെ ആരെങ്കിലും ഒരാളവിടെ നിസ്കരിക്കാതെ ഇരുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ സംസാരിച്ചു, അല്ലെങ്കിൽ സഫു ഭർത്തിയാക്കിയില്ല, ആ സഫു ഭർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഖുതുബക്കൊരു കുഴപ്പമില്ല. ഇതാണ് ആ സംഭവത്തിലുള്ളത്. ഇത് എടുത്തു തിരിച്ചുകൊണ്ട് ഇയാൾ പറയാ ഖുതുബന്റെ ഇടയ്ക്ക് നബി സംസാരിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഖുതുബന്റെ ഇടയ്ക്ക് മാത്രല്ല, ഈ സംസാരിക്കുന്ന ചർച്ച എവിടൊക്കെയുണ്ട്? രണ്ട് ഖുതുബന്റെ ഇടയ്ക്ക് സംസാരിക്കാമോ? സംസാരിക്കാം. രണ്ട് ഖുതുബ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമോ? സംസാരിക്കാം. ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കാമോ? സംസാരിക്കാം. അപ്പൊ ഇതൊക്കെ തെളിവ് ധരിച്ചിട്ട് നാളെ മുതൽക്ക് വഹാബി മൗലവി എന്താക്കണോ? ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു ഖുതുബ 1, 2 ഖുതുബന്റെ നടുവിൽ മറ്റൊരു ഖുതുബ 2, പിന്നെ 2 ഖുതുബം കഴിഞ്ഞിട്ട് മുന്നൊരു അധിക പ്രസംഗം 3, അങ്ങനെ 2 ഖുതുബയും ഈ 3 ഖുതുബയും 5 ഖുതുബ. 5 ഖുതുബാവൂലേ? പോയത്തന്മാര് ഈ മൗലവിമാർക്ക് ഒരു ലെവലും ഇല്ല. എന്താണ് പറയുന്നത്? എന്താണത് മസലയുള്ളത്? ഒന്നും തിരിയാതെ ഖുതുബ നടക്കുന്നതിന്റെ ഇടയ്ക്ക് 2 റക്അത്ത് നിസ്കരിച്ചോ എന്ന് നബി പറഞ്ഞില്ലേ? അത് ഖുതുബയല്ലടോ. നമ്മുടെ ചർച്ച ഖുതുബ അത് അറബിയിലാകണോ വേണ്ടേ എന്നാണ്. ഇത് കേട്ട ഉടനെ ആ സ്വഹാബി നേരെ എഴുന്നേറ്റു, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു, എന്നിട്ട് അവിടെ ഇരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഖുതുബക്കിടയിൽ കയറി വന്ന ആളോട് നിസ്കരിച്ചിട്ടില്ല അല്ലേ, എന്നാൽ ഖുതുബക്കിടയിൽ എന്ന് പറയുമ്പോ ഖുതുബ വേറെ, ഈ ഇടയിലുള്ളത് വേറെ. ഏത് മന്ദബുദ്ധിക്കും തിരിയില്ലേ? 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞു. നമ്മളെ പള്ളിയിലെ ഇമാമ് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അറബിയിൽ ഇങ്ങനെ നബാത്തി ഏടിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ കയറി വന്ന് സുന്നത്ത് നിസ്കരിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോ യാ ഖീ ഖും വസല്ലി റക്അത്തൈനി എന്ന് പറഞ്ഞാൽ അയാൾ എഴുന്നേൽക്കുവോ? അയാൾക്ക് മനസ്സിലാവോ? അവിടെ അറബിയാകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവിടെ അറബിയാകണമെന്നും പറഞ്ഞിട്ടില്ല. ഖുതുബ അറബിയാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഖുതുബിന്റെ ഇടയ്ക്ക് വല്ല ആവശ്യമുള്ള സംഗതി പറയേണ്ടി വന്നാൽ അത് അറബിയിൽ തന്നെ ആകണമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി ഖുതുബ അപ്പൊ ഖുതുബക്കിടയിൽ വന്ന ഒരാളോട് ഇമാം ഖതീബ് സംസാരിക്കുന്നു, അതും വെച്ചിട്ട് പ്രസംഗം നടത്താൻ പറ്റൂല. ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്ന് ഫാൻ സ്വിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് പ്രസംഗിക്കണമെന്നാണോ മൗലവി? എന്തൊരു കണ്ടുപിടുത്തമാണ് നിങ്ങളെ കണ്ടുപിടുത്തം. സുബ്ഹാന ജല്ല ജലാലു. നിസ്കരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് പ്രസംഗിക്കാം. എന്താ തെളിവ്? അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഫാന്റെ സ്വിച്ച് ഇട്. അപ്പൊ ഫാന്റെ സ്വിച്ച് ഇട് എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പ്രസംഗം നടത്താം. ഇതല്ലേ നിങ്ങളെ കണ്ടുപിടുത്തം? ഇതല്ലടോ നിങ്ങളെ കണ്ടുപിടുത്തം. ഈ പോയത്തം കണ്ടുപിടുത്താനാണോ ഇവിടൊക്കെ വരുന്നത്? എഴുന്നേറ്റ് നമസ്കരിക്ക്. ഇനി നിസ്കാരം പോലെയാണ് ഖുതുബ? അല്ല. എല്ലാ ദിവസവും സാധാരണഗതിയിൽ ളുഹർ 4 പിന്നെ ജുമുഅ 2 ആയതെന്താ? 2 ഖുതുബകള് നിസ്കാരത്തിന് പകരമായി 2 റക്അത്തിന് പകരമായി നമസ്കാരം പോലെയാണ്.
സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഖുത്ബ അറബിയാകണമെന്നതിനിക്ക് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിച്ച തെളിവ് അത് തന്നെയാ. കണ്ടോ, ഇമാം ഇമ്രാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബാണിത്. എപ്പോഴാണ് അദ്ദേഹം വഫാത്തായത്? ഹിജ്റ 558 ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇമാം ഇമ്രാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 2ാം വാള്യം 573 പേജിൽ രേഖപ്പെടുത്തുന്നു. കേട്ടോ മൗലവിമാരെ, വയുസ്തറതു അൻ യഅതിയ ബിൽ ഖുത്ബതി ബിൽ അറബിയ. വയുസ്തറതു ശർത്താക്കപ്പെടും, അഥവാ പ്രത്യേകമായ ഒരു ശർത്താണ് അൻ യഅതിയ ബിൽ ഖുത്ബ, ഖുത്ബനെ കൊണ്ടുവരൽ. എങ്ങനെ? കൊങ്കണിയിലല്ല, തുളുവിലല്ല, ഓ മഹാജന ബന്ധുളേന്നല്ല, ബിൽ അറബിയ, അറബി ഭാഷയിൽ കൊണ്ടുവരൽ ശർത്ത. എന്തുകൊണ്ട്? ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വൽ ഖുലഫാ, സ്വഹാബത്തുൽ കിറാം അഥവാ ഖുലഫാഉർ റാഷിദീങ്ങളും ബഅദഹു, നബിക്ക് ശേഷം അവർ മലയാളത്തിലാണോ ഖുത്ബ ഓതിയത്? അറബി അല്ലാത്ത ഭാഷയിലാണോ ഖുത്ബ ഓതിയത്? അല്ല, കാനൂ യഖ്തുബൂന ബിൽ അറബിയ, അവർ അറബി ഭാഷയിലാണ് ഖുത്ബ ഓതിയത്. കാരണം വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ജുമുഅ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിച്ചത്? 2 ഖുത്ബ കഴിഞ്ഞിട്ടല്ലേ നബി തങ്ങൾ നിസ്കരിച്ചത്? 2 ഖുത്ബന്റെ ഇടയ്ക്ക് ഇരുന്നിട്ടല്ലേ നബി തങ്ങൾ ഖുത്ബ ഓതിയത്? ആ 2 ഖുത്ബയും അറബിയിലല്ലേ നിർവഹിച്ചത്? അങ്ങനെ അറബി ഭാഷയിലുള്ള 2 ഖുത്ബ നിർവഹിച്ചതിന്റെ ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ ജുമുഅ നിസ്കരിച്ചത്. അതുകൊണ്ട് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇത് ഇമാം ഇമ്രാനി മാത്രമല്ല, ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹുൽ മുഹദ്ദബ്, ആ ശറഹുൽ മുഹദ്ദബിന്റെ 4ാമത്തെ വാള്യം അതാ 440 പേജിൽ പറയുന്നു, വശുരിത ഫീഹി, അതേ ജുമുഅന്റെ ഖുത്ബയിൽ ശർത്താക്കപ്പെടും അൽ അറബിയ, അറബി ശർത്താണ്. ഏതുപോലെ? കത്തശഹൂദി, അത്തഹിയാത്ത് അറബി ഭാഷയിലല്ലേ ഓതേണ്ടത്? അതുപോലെ തന്നെ അറബി ഭാഷയിലല്ലേ നിർവഹിക്കേണ്ടത്? ഞങ്ങളുടെ മദീനയിൽ ബറക്കത്ത് ചെയ്യണേ. ഞാൻ എങ്ങനെയാണോ ജുമുഅ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. വകാന യഖ്തുബു ബിൽ അറബിയ, അല്ലാഹുവിന്റെ റസൂൽ അറബിയിലാണ് ഖുത്ബ നിർവഹിച്ചത്. അതുകൊണ്ട് അറബിയിൽ തന്നെ ഖുത്ബ ഓതിയിട്ട് ജുമുഅ നിസ്കരിക്കണം. ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹുൽ മുഹദ്ദബ് 440. പിന്നെ ഈ ഖുതുബ ഓതുമ്പോ വഹാബികൾ പറയും നമുക്ക് തിരിയണ്ടേ, അത് ജനങ്ങൾക്ക് തിരിയാനുള്ളതല്ലേ. ആ തിരിഞ്ഞിട്ട് നിങ്ങൾ നട്ടം തിരിഞ്ഞു പോയി അല്ലേ? നിങ്ങൾ തിരിഞ്ഞിട്ട് നട്ടം തിരിഞ്ഞില്ലേ? ഇപ്പൊ 8ഉം 10ഉം 18ഉം ആയില്ലേ? തൗഹീദിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളോട് ചോദിക്കൂ, നിങ്ങൾ APK എന്നില്ലേ? നമ്മൾ APK ആണെങ്കിൽ തൗഹീദ്